വെൽക്കം ടു മാർക്ക് ദ ലീഡേഴ്സ് പോഡ്കാസ്റ്റ് സീരീസ്. സോ ഇന്ന് നമ്മുടെ കൂടെ മാർക്കറ്റിലുള്ളത് ഫൗണ്ടർ CEO ഓഫ് ഡോപ്പ ഡോക്ടർ നിയാസ് പാലോത്താണ്. ഒരു 1 or 2 years ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. നമ്മൾ എത്തിയ ഫീൽഡ് മാറിപ്പോയോ, ബാക്കി ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയാൽ മതിയായിരുന്നോ. നമ്മൾ തന്നെ ചെറിയൊരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡിൽ എത്തിയ വേറെ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ കോമൺ ആയിട്ടുള്ള കുറേ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോമൺ ആയിട്ടുള്ള ബിസിനസ്സിൽ ചേരുന്ന കുറേ സ്ട്രാറ്റജീസ്, ടാക്ടിക്സ് ഒക്കെ ഉണ്ട്. അത് മേ ബി കുറേ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ ലേൺ ചെയ്തത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത്. ബേസിക്കലി ഡോക്ടേഴ്സ് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. പോസിബിൾ ആവണം, നല്ലതാവണം എന്ന് ക്ലാരിറ്റി ഇല്ല. ബട്ട് അത് ചെയ്യാനോ അതിലുള്ള പ്രീവിയസ് എക്സ്പോഷേഴ്സ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. മോർ ദാൻ പ്രോഡക്റ്റ് ക്വാളിറ്റി, നമുക്ക് ഈ പിന്നെ ഫൗണ്ടേഴ്സിനൊക്കെ ഉണ്ടായിരിക്കുക, അവർക്ക് ബിസിനസ് ചിലപ്പോൾ റൺ ചെയ്തിട്ട് പരിചയം ഉണ്ടായിരിക്കില്ല. അവർക്ക് ചിലപ്പം പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നന്നായി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവാം. ബട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഇനീഷ്യൽ സ്റ്റേജ് സപ്പോർട്ട് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ബിസിനസ് ആണെങ്കിൽ വെരി ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ലാക്കിംഗ് ആയിരുന്നു. ഇനീഷ്യലി നമുക്ക് കുറേ അവയർനെസ് ലാക്കിംഗ് ആയിരുന്നു. പല ഏരിയയും നമ്മൾ കുടുങ്ങിപ്പോയോ എന്നുള്ള മട്ടിലായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു മാർക്ക് ദ ലീഡേഴ്സ് പോഡ്കാസ്റ്റ് സീരീസ് where we will have insight from the expert market leaders. സോ ഇന്ന് നമ്മുടെ കൂടെ മാർക്കറ്റിലുള്ളത് ഫൗണ്ടർ CEO ഓഫ് ഡോപ്പ ഡോക്ടർ നിയാസ് പാലോത്താണ്. വെൽക്കം നിയാസ്ക. താങ്ക് യു അരിസ്ലാൻ. സോ നിയാസ്കക്ക് ഇൻട്രോ പറയുമ്പം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ബാട്ടിയ ഉണ്ട്, ഡോപ്പ ഉണ്ട്, ഇപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുണ്ടായിരുന്നു. സോ ഇതിലെല്ലാം വെച്ചിട്ട് തന്നെയാണ് ആദ്യത്തെ നിയാസ്കനോട് ചോദിക്കാനുള്ള കാര്യങ്ങളുള്ളത്. ഈ പറഞ്ഞ പോലെ ഇപ്പം PG ഉണ്ട്, ഡോക്ടറാണ്, പിന്നെ CEO ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, അക്കാഡമിഷ്യൻ ആണ്. ഇതിലേതിലാണ് നിയാസ്കക്ക് ഭയങ്കരമായിട്ട് ഒരു അച്ചീവ്മെന്റ് ഫീൽ വന്നിട്ടുണ്ടായിരുന്നത്? ഡെഫിനറ്റ്ലി ഒരു ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്കോ ഡോക്ടർ ആവാന്നുള്ള പാർട്ട് തന്നെയാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. ബട്ട് അത് വൺസ് അതായി കഴിഞ്ഞാൽ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഡസ്റ്റ് പാർട്ടല്ല. മേ ബി നമ്മുടെ റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ്. ഏറ്റവും ഈസിയസ്റ്റ് ബീങ് എ ഡോക്ടർ ദെൻ മീൻസ് ഫോർ ബിക്കമിങ് എ ഡോക്ടർ ഇസ് ഹാർഡസ്റ്റ്, ബട്ട് ബീങ് കണ്ടിന്യൂ ചെയ്തു പോകാൻ അത്ര ഡിഫിക്കൽട്ട് അല്ല. കുറച്ചുകൂടെ നമുക്ക് ടൈമോ സ്പേസോ ഒക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നി ഇറങ്ങിയതാണ്. ബട്ട് സംഭവം ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അല്ല, എപ്പോഴുള്ള ഒരു കൗതുകമായിരുന്നു. കാരണം ഇത്രയും അധികം പോസ്റ്റുകൾ കയ്യിൽ വരുമ്പം നമുക്ക് ഒബ്വിയസ്ലി ഒരു ഫേവറേറ്റ് പാർട്ട് ഉണ്ടായിരിക്കും, ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് കുറച്ചൊരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു പാർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിലെപ്പോഴും ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ബീങ് ഡോക്ടർ. ഫേവറേറ്റ് പാർട്ട് ഓഫ് ബീങ് ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം ആസ്പയർ ചെയ്ത് അതിലേക്ക് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. മറ്റേത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേണി അല്ല. ഇപ്പം ഈവൻ ദോ അരിസ്ലാൻ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു, ഡോപ്പയിൽ CEO ആണ്, ബാട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എൻ്റയർലി ഡിഫറെൻ്റ് അല്ല. ഒരു ഡോക്ടറായി നിൽക്കുന്നു, അതിൽ തന്നെ ആ ഡോക്ടർ ആകുമ്പോൾ തന്നെ അതിലേക്ക് പോകുന്ന കുറെ ആൾക്കാർ അതിന് മുന്നേയും അതിനുശേഷം ഒക്കെ ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കീപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇക്കോസിസ്റ്റം ഓഫ് ഡോക്ടേഴ്സ്. യെസ്, ഞാൻ അതിന്ന് ഇതുവരെ പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല. മേ ബി ഔട്ട് ഓഫ് ദ എന്താ പറയാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ്സിലേക്കൊന്നും അല്ല മൂവ് ചെയ്തത്. എക്സാക്ട്ലി നമ്മളെ മെഡിക്കൽ ഫീൽഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ മെഡിക്കൽ ഫീൽഡിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു കൈൻഡ് ഓഫ് മെന്ററിങ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗൈഡൻസ്. അതൊരു സ്ഥാപനമായിട്ട് മേ ബി കോവിഡ് കാരണം അതൊരു സ്ഥാപനമായിട്ട് മാറി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ തന്നെ ആയിരുന്നു ചോദിക്കാനുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ബിസിനസ്സും കൂടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിയാസ്കന്റെ എന്റെ അറിവ് വെച്ചിട്ട് നിയാസ്ക ആദ്യം എഞ്ചിനീയറിംഗിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. പിന്നീട് അതൊരു ഡോക്ടറിലേക്ക് ആയി പോയതാണ്. അപ്പം അവിടെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് വന്നു. സോ അതിൽ നിന്നും പിന്നീട് ഒരു ബിസിനസ്, ഇപ്പം കോവിഡ് വന്നതുകൊണ്ട് ബിസിനസ്സിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു കാരണം. ആക്ച്വലി ഇങ്ങനെ ജേണി പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഡിഫറെന്റ് കൈൻഡ് ഓഫ്. നമ്മളിപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറി വേണമെങ്കിൽ ഡിഫറെന്റ് രൂപത്തിൽ ഇലാബറേറ്റ് ചെയ്യാം. ഇങ്ങനെ ആയിരുന്നു, ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ പറയാം. ബട്ട് ആക്ച്വലി തിങ്സ് അങ്ങനെയല്ല. നമ്മൾ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ബെറ്റർ സിറ്റുവേഷൻ ബേസ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ പണ്ട് മുതലേ ഒരു ബെറ്റർ എഞ്ചിനീയർ, ഒരു NIT IIT എന്നൊക്കെ ഉള്ളത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ബട്ട് സംഭവം എന്താ പറയാ, ഒരു മെഡിക്കൽ ഫീൽഡിലേക്കുള്ള മോർ ഇൻഫർമേഷൻ്റെ അടുത്തേക്ക് എത്തി. മേ ബി ഫാമിലി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടോ ആ ഒരു ഫീൽഡിലേക്ക് പോയി അവിടെ അച്ചീവ് ചെയ്യുന്ന പേഴ്സണിനെയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ ഒരു +1 സമയത്ത് ഇൻട്രസ്റ്റ് മാറി മെഡിക്കൽ ഫീൽഡിലേക്ക് കൂടുതൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷെ അവരൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ആസ് എ ഡോക്ടർ
ഡോക്ടർ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നിയാസ്ഖാനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് സംഹൗ ഒരു പോയിന്റിൽ ഇപ്പം നിയാസ്ക കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആണ്. ദാറ്റ് മീൻസ് യു ആർ ഇൻ ടു എ ബിസിനസ്, സീരിയസ് ബിസിനസ്. ഇപ്പൊ പണ്ടത്തെ പോലത്തെ ഒരു എന്താ പറയുക, നിയാസ്ക പറഞ്ഞു അതൊരു മെന്റർഷിപ്പിൽ തുടങ്ങി, കോവിഡ് കാലത്ത് അത് വളർന്നു എന്നുള്ളത്. ബട്ട് ഈവൻ ദോ ഇഫ് യു ഫീൽ ഇറ്റ് ലൈക്ക് ആൻ ആക്സിഡന്റൽ തിങ്, ബട്ട് സ്റ്റിൽ റൈറ്റ് നൗ യു ആർ എ ബിസിനസ് പേഴ്സൺ. സോ അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല അതിൽ. ഓക്കെ, പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ തേർഡ് ഇയർ MBBS ടൈമിൽ തന്നെ ഞാൻ IIM-ലേക്കൊക്കെ മെയിൽ ചെയ്തൊരു പേഴ്സൺ ആണ്. സംഭവം അന്നത്തെ ഒരു മണ്ടത്തരം കൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓവർ എന്തൂസിയാസം കൊണ്ട് ചെയ്തതായിരിക്കാം. ബട്ട് എങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്സ് അതിങ്ങനെ സ്ലോലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ കുറച്ചുകൂടി റീഡിങ് അല്ലെങ്കിൽ താല്പര്യമുള്ള പേഴ്സൺ തന്നെ ആയിരുന്നു. പിന്നെ മെഡിക്കൽ ഫീൽഡ് ബീങ് എ ഡോക്ടർ എന്നുള്ളതിനേക്കാളും ആ പ്രോസസ്സ്, സ്റ്റഡിങ്, അതിൽ അക്കാഡമിക് കണ്ടന്റ്, മോർ ദാൻ ദാറ്റ് ഈ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോളജിയിലെ ചില ഏരിയയിലുള്ള ഫാസിനേഷൻ, അതുകൊണ്ട് തന്നെ ആയത്. ബട്ട് സംഭവം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പം ഒരു 1 or 2 years ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. നമ്മൾ എത്തിയ ഫീൽഡ് മാറിപ്പോയോ, ബാക്കി ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയാൽ മതിയായിരുന്നോ. നമ്മൾ തന്നെ ചെറിയൊരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡിൽ എത്തിയ വേറെ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സിവിൽ സർവീസിലേക്ക് പോകാൻ താല്പര്യമുള്ള, ബിസിനസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ. പക്ഷെ ആ ഗ്യാങ് ഒക്കെ ഇപ്പൊ അധികം ഡോക്ടേഴ്സ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ. അവര് നമ്മൾ ഇതുണ്ടാവും മെഡിക്കൽ ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് അതിൽ കുറച്ചുകൂടി ഒബ്സസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുറേ പേരെ കാണും. നമുക്ക് കുറേ അധികം ആളുകൾ അറ്റ് ഏരിയയിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഏരിയയിലെ ആളുകളെ ഡീൽ ചെയ്യാൻ 1 or 2 പേഴ്സൺസ്, സീനിയർ പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈവൻ ദോ ബുദ്ധിമുട്ടാണെങ്കിലും അന്ന് എമർജിങ് ആയിട്ടുള്ള ഫീൽഡ് ആയിരുന്നു എമർജൻസി മെഡിസിൻ. ഞങ്ങളുടെ തന്നെ ബാച്ച്മേറ്റ് സീനിയേഴ്സ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ മോർ കംഫർട്ട് ആണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ അതിലേക്ക് സെലക്ട് ചെയ്തത്. ബട്ട് ആ ഫീൽഡിൽ എത്തിയ സമയത്തും നമുക്ക് പറയുന്ന പോലെ വെരി റുട്ടീൻ തിങ്സ് ആണ് വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉള്ളതിൽ കുറച്ചുകൂടെ ഒരു എമർജിങ്, ഇൻട്രസ്റ്റിംഗ് ആയത് എമർജൻസി മെഡിസിൻ തന്നെ കേട്ടോ. വരുന്ന പേഷ്യന്റ് എന്തായിരിക്കും നമുക്കൊരു ഐഡിയ ഇല്ല, എന്തും ആവാം. ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി വന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല, OP-യിലേക്ക് വരുന്ന പോലെ ആയിരിക്കില്ല. അതൊരു ത്രില്ലിംഗ് ആണ്. ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫിസിഷ്യൻ ആ ഒരു എന്താ പറയുക ഉണ്ടായത് കൊണ്ടാണ് കുറച്ചെങ്കിലും ആ ഏരിയയിലോട്ട് ഇൻട്രസ്റ്റ് വന്നത്. ബട്ട് ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ അരിസ്ലാം പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബ്രാൻഡ് എന്ന് പറഞ്ഞു, അതൊരിക്കലും നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല. ഒരുപാട് പേര് വർക്ക് ചെയ്തേ, ഇൻക്ലൂഡിങ് ആരിസ്ലാൻ അടക്കം നമ്മുടെ പേഴ്സൺ തന്നെ ആയിരുന്നു. ഒരുപാട് പേര് വർക്ക് ചെയ്ത് സ്ട്രക്ചേർഡ് ആക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബിസിനസ്സിൽ നമ്മൾ കാണുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനേക്കാളും നമ്മൾ ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ചെറുപ്പത്തിലൊക്കെ ഒരു മാവിന്റെ തൈ നട്ടു വെക്കൂലേ, അതേപോലെ കണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ട ഓരോ സമയത്തേക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ബേസിക്കലി ഫാമിലി ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വലിയ ബിസിനസ് എന്നല്ല, അവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നത്, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങൾ. മേ ബി ആ ഒരു എന്താ പറയുക, ആ ഒരു സംരംഭത്തിന് നമ്മൾ ഇടുന്ന എഫേർട്ട് ഉണ്ടാവും. എൻ്റെ ഉമ്മയും ഒക്കെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഷോപ്പായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഇടുന്ന എഫേർട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മോർ ദാൻ നമ്മളൊരു വർക്കായിട്ട് കാണാതെ അതിൽ എന്താ പറയാ ഡെയിലി ബേസ് ചെയ്തിൽ ഇൻട്രസ്റ്റ് ആയി വരുന്നതുകൊണ്ട് പാഷനേറ്റ് ആയിട്ടാണ് അതിലേക്ക് മൂവ് ചെയ്തത്. പാഷനേറ്റ് മോർ ദാൻ ദാറ്റ് നമുക്ക് ചില സമയത്തൊക്കെ നിർബന്ധിത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെ ഫീൽഡിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ശരിക്കും ഔട്ട് ഓഫ് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, ശരിക്കും ഔട്ട് ഓഫ് ഒരു ഡീമോട്ടിവേഷൻ കൊണ്ടാണ് പലതും ചെയ്യണം തോന്നിയിട്ടുണ്ടായത്. കാരണം നമ്മുടെ പിയേഴ്സിലുള്ള ആളുകൾ പല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാണ്ട് പോവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഡിമോട്ടിവേഷൻ തോന്നും. അപ്പൊ അതിന്റെ മുകളിൽ അപ്പോഴാണ് പല സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുക. സോ ബിസിനസ് ഫീൽഡിലേക്ക് വരുമ്പം ഡോക്ടർ നിയാസ് പാലോത്തും ഉണ്ട്. കാരണം നമുക്ക് ബീങ് എ ഡോക്ടർ സമൂഹത്തിൽ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കിട്ടും. സോ ബിസിനസ് ഫീൽഡിൽ എപ്പോഴെങ്കിലും ബീങ് എ ഡോക്ടർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്റ്റുഡൻസിന്റെ മുന്നിൽ ഡെഫിനറ്റ്ലി അത് അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മൾ എടുക്കുന്ന ബിസിനസ്. ഇപ്പൊ എനിക്ക് ബിസിനസ്സിനെ ടോട്ടൽ പറയുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരിക്കലും ഒരു ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതല്ല. അപ്പൊ ബിസിനസിനെ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ ആർക്ക് ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവൂല. അതിൽ കുറേ പോയിന്റുകൾ, അതിൽ അപ്പ് ആൻഡ് ഡൗൺസ്, അതിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇപ്പൊ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് മാൻ കേരളത്തിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ഒരു ബിസിനസ് റൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ്ഫുൾ ആവൂല. ഇപ്പൊ ഞാൻ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്, ഫ്ലേവർ, കുട്ടികളെ സെൻസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ആസ് ഒരു ഡോപ്പ പാട്ടിയ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്റെ പ്രൊഫഷനായിട്ട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ആയിരിക്കുന്ന ഒരു കാര്യമല്ല.
മേ ബി കംപ്ലീറ്റ്ലി ആർക്ക് ചെയ്യാൻ പറ്റും, എന്ത് ഫാമിലി സപ്പോർട്ടാണ് അതിന് വേണ്ടത്, അവർ എന്ത് ലൈഫ് സ്റ്റൈലിലൂടെ അല്ലെങ്കിൽ എന്ത് ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് അവർ പോകുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഹിമാലയത്തിലേക്ക് ടൂർ പോയി, ഹിമാലയത്തിലേക്ക് ടൂർ പോകാനുള്ള കുറെ ആളുകളെ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതുപോലുള്ള ഒരു കൈൻഡ് ഓഫ് ബിസിനസ്സിൽ നിന്നത് കൊണ്ടായിരുന്നു. മോർ ദാൻ ദാറ്റ് അതിനൊരു ബിസിനസ് ആയിട്ട് അതിന് നോക്കി കാണാനും ബിസിനസ്സിന്റെ കോമൺ ആയിട്ടുള്ള കുറെ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന് പറ്റിയൊരു സ്പെഷ്യാലിറ്റി ആണോ അല്ലെങ്കിൽ അതിന് പറ്റിയിരിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റഡിങ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോഴേ അത് പോസിബിൾ ആവുള്ളൂ. ഞങ്ങളെ പോലത്തെ എക്സ്പേർട്സിനൊക്കെ വെച്ച് അതാണ് അവിടെ ഡിഫറെൻ്റ് ആയി കിടക്കുന്നത്. എക്സ്പേർട്ട് എന്നുള്ള ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയാനുള്ളത് എക്സ്പേർട്സിന്റെ ഫീൽഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എക്സ്പേർട്ട് ആണ്, പക്ഷെ ഡിഫറെൻറ്റ് കൈൻഡ് ആണ്. മേ ബി നമ്മളെ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡിൽ പറയാം IQ, അവരെ പേഴ്സണാലിറ്റി, അവരെ കഴിവ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന് ഫാക്ടറായി വരുന്നത് എന്താ പറയാ വേറെ കുറെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഒരു കാര്യം ബിക്കമിങ് സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ മേ ബി മാർക്കറ്റിന്റെ ട്രെൻഡ് നമുക്ക് അറിയേണ്ടി വരും, അതിലുണ്ടാവുന്ന ചേഞ്ചസ് അറിയേണ്ടി വരും. കോമ്പറ്റീറ്റീവ് അറിഞ്ഞ് തന്നെ നമ്മൾ മാറിക്കേണ്ടി. ചിലപ്പോൾ ചെയ്യൽ ഐഡിയൽ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചെയ്യൽ ഐഡിയൽ ആവുന്നത് മേ ബി കോമ്പറ്റീറ്റർ ഒരു ഡിഫറെന്റ് പൊസിഷനാണ് സ്വീകരിക്കുന്നെങ്കിൽ നമ്മൾ ചിലപ്പം അത്ര അഗ്രസീവ് ആവാൻ പറ്റൂല ആ സമയത്ത്. അപ്പം അങ്ങനെ കുറെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ചെയ്തുകൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത്. ഇറ്റ് ഡസൻ മീൻ ഭയങ്കര എക്സ്പേർട്ട് ആണ് എന്നില്ല. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഫാക്ടർ തന്നെയാണ് ഭാഗ്യം എന്നുള്ള ഫാക്ടർ. ലക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഐഡിയൽ തിങ്സ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ലക്ക് ഉണ്ടാവുകയൊന്നുമില്ല. അതിലേക്ക് ഒന്നും കൂടി മിൻഡപ്തിൽ പോവുകയാണെങ്കിൽ ഇപ്പം നിയാസ് ഖാനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പം ടോപ്പയിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ബാട്ടിയിലെ സ്റ്റുഡൻസ് ആണെങ്കിലും നിയാസ് ഖാനെ കണ്ടിട്ട് ആസ് എ ഡോക്ടർ നിന്ന് ഇൻസ്പയർഡ് ആവുന്ന ആൾക്കാരുണ്ടായിരിക്കും, ആസ് എ ബിസിനസ് പേഴ്സൺ എന്നുള്ള ഇൻസ്പയറേഷൻ ഉണ്ടായിരിക്കും. സോ ഇങ്ങനത്തെ ആൻഡ് അതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഡോപ്പയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഡോപ്പയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇൻസ്പയർഡ് ആവുന്നതേ തെറ്റില്ല. പക്ഷെ അതിൽ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കേണ്ടത് ഈ മെഡിക്കൽ ഫീൽഡിനൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിൽ തന്നെ MD, ഡിഗ്രി, PG ഒക്കെ എടുത്ത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് സൂപ്പർ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, നമ്മൾ എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തിനും കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, മേ ബി ഒരു മിനിമൽ അച്ചീവ്മെന്റ് കിട്ടി നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്പയർഡ് ആണ്, സൂപ്പർ ആണെന്നൊക്കെ അരിസ്ലാൻ പറയുമ്പോൾ അങ്ങനെ കേട്ടിരിക്കാൻ രസമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത് മേ ബി സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ, എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ബട്ട് മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ചിലതിന് ഡോക്ടേഴ്സിന്റെ ബിസിനസിന്റെ ഒരു ചെറിയൊരു ഗാദറിംഗ് ഒക്കെ കൂടി ഉണ്ടായിരുന്നു. അതിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുറത്തേക്ക് കാണാത്ത പല ബ്രാൻഡ് നെയിംസ് ഉള്ള ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഇറ്റ്സ് എന്താ പറയുക, നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനും പാരലി തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് അതിൽ ചെറിയ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി വരും. അപ്പോൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ അധികം ഡോക്ടേഴ്സിനോട് നമ്മളെ കമ്മ്യൂണിറ്റിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു മന്ത്ലി സാലറി മാത്രം കീപ്പ് ചെയ്താൽ പോരാ. സാലറി ഇൻകത്തിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മേ ബി റിലേറ്റഡ് ടു മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും, മേ ബി റിലേറ്റഡ് ടു സംതിങ് ഫുഡ് റിലേറ്റഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ എനിക്കറിയാം. കോഴിക്കോട് തന്നെയുള്ള നല്ല ഹോട്ടൽസ് റൺ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഫുഡിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഈവൻ ദോ ദേ ആർ പ്രാക്ടീസിങ് അതിൽ ഫുൾ ടൈം ഇൻവോൾവ് അല്ല, ബട്ട് അതിൻ്റെ കോർ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കൊടുക്കാനുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് ആയിട്ട് ഇപ്പം MBBS കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ ഡോക്ടർ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കണം. അവരുടെ അടുത്ത് ലൈക്ക് ഒരു ഗൈഡൻസ് എങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങേണ്ടത് എന്നുള്ള രീതിയിൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറെ ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്വേക്ക് കൂടെയാണ് ആ സമയത്ത് പോയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ലേണിങ്ങിലേക്ക് പുതിയ ആളുകൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടായി. പക്ഷെ അത്രയും ഡിഫിക്കൽട്ട് ചെയ്ത് ഇവിടെ ടാലൻറ്റ് എവിടെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരും. ആ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ആ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഞാൻ അവിടെ ടാലൻറ്റ് എന്ന് വിളിക്കുന്ന കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് അതൊരു ഇൻ്റലക്ച്വൽ ടാലൻറ്റോ അല്ലെങ്കിൽ എക്കണോമിക്കലോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ അല്ലാതെ തന്നെ തോറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവിടെ ഫെയിലായി കഴിഞ്ഞിട്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ കൂടാനുള്ള ഒരു കാര്യമില്ല. ആ ഫയർ ശരിക്ക് എപ്പോഴും ബിസിനസ്സിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫയർ എന്ന് പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയുക എനിക്കും ബേസിക്കലി ഉണ്ടായിക്കൊണ്ടുവരാൻ പറ്റിയത്. ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു റീസൺ ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം, വെരി യൂഷ്വലി പോയാൽ പോരാ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പിയേഴ്സ് ആയിട്ട് കാണുന്ന ആളുകളൊക്കെ എത്ര അടിപൊളിയായിട്ട് കാര്യം ചെയ്യുമ്പോൾ
നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കരുതല്ലോ, എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഫയർ ആയിരിക്കും പലരെയും ഇതേമാതിരി ഓരോ കാര്യത്തിന് പിന്നാലെ കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇപ്പം ഡോപ്പ് തുടങ്ങിയപ്പം ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു ഹേർഡിൽ എന്തായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസിൽ? ഇനീഷ്യൽ സ്റ്റേജ് എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജ് സൂപ്പർ ഹൈ പൊസിഷനായിരുന്നു. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുറേ പ്ലാനിങ്ങോട് കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, അതിന് 2 റൂമൊക്കെ എടുത്തു, ആ റൂമിലേക്ക് വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ഈ ബ്രാൻഡ് നെയിം കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് ലോക്ക്ഡൗൺ വരുന്നത്. സൂം ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂമൊക്കെ എടുത്ത് കുറച്ച് ക്ലാസ് ഒക്കെ തുടക്കാൻ തുടങ്ങി. പിന്നെ സൂമിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ മെയിലും കാര്യങ്ങളും അയച്ചു. ഇതെങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ സൂമിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാറുണ്ട്. ബട്ട് അന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓഡിയൻസ് വിത്തിൻ 1 ഇയർ, അതും കോവിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടി എന്നുള്ളതാണ്. ആ സമയത്ത് ഇങ്കൊക്കെ നല്ല കൂടുതലായിരുന്നു. വളരെ കുറച്ച് സ്റ്റാഫ്, കൂടുതൽ സ്റ്റുഡൻസ്, നല്ല ഇൻകം. അപ്പം ആ സമയത്ത് അത് മാനേജ് ചെയ്ത് ഇത് നിൽക്കുന്ന സമയത്ത് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാൻഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാൻഡിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. ഫസ്റ്റ് ലെവലിൽ പാസ്സായി. അതിന് സെക്കൻഡ് ലെവലിൽ ഇന്റർവ്യൂ വന്നു. അത് സൂപ്പർ ബിസിനസ്മാരുമായിട്ടുള്ള കുറേ ആളുകൾ വന്നു. അപ്പോൾ അതിൽ ഒരു ബിസിനസ്മാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, യുവർ ഡോക്ടേഴ്സ്, നിങ്ങൾക്ക് ആൾറെഡി ഒരു കംഫർട്ട് സോൺ അവിടെ ഉണ്ട്. ആ കംഫർട്ട് സോൺ നിൽക്കുന്ന സമയത്ത് തന്നെ ബിസിനസിന്റെ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവിടെ ഒന്ന് നിങ്ങൾ ഫെയിൽ ചെയ്യാണ്ടിരിക്കട്ടെ, ഒരു വാർണിംഗ് തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. കാരണം അന്ന് എന്ത് ഡിഫിക്കൽട്ട് വരാണ്. ആളുകൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും, നമ്മളതിൽ എന്താ പറയുക, അതിന്റെ റിമൈനിങ്സ് ബാക്കി 4 നോക്കിയിട്ട് അടിപൊളിയായി റൺ ചെയ്യും, സർവീസ് നമ്മൾ കൊടുക്കും, ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ. ബട്ട് എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ പറഞ്ഞതുപോലെ തന്നെ എവരി ഓർഗനൈസേഷൻ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് സെൽഫ് ഡിസ്ട്രക്റ്റബിളാണ്. ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഡിസ്ട്രക്റ്റഡ് ആവും. ഈ ഡിസ്ട്രക്റ്റഡ് ആവാണ്ട് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതെങ്കിൽ വെരി ടഫാണ്. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു ടഫ്നെസ്സിലൂടെ പിന്നെ കടന്നു പോകുക എന്നുള്ള ഇനീഷ്യൽ എല്ലാ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. അപ്പൊ എവരി ബിസിനസ് ആയിട്ട് നമ്മൾ ചിലപ്പം പ്ലാൻഡായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്റെ പ്ലാൻ ഇതാണ്, അതിന് ഫണ്ട് കണ്ടെത്തുക, അങ്ങനെ ഇറങ്ങുമ്പോൾ. ബട്ട് ഇത് ഫണ്ടൊന്നും ഇല്ലാണ്ട് നമ്മളൊരു സാധനം സ്റ്റാർട്ട് ചെയ്തു, കുറെ ആളുകൾ വന്നു. സോ ഇനി ഇനീഷ്യൽ ഹൈപ്പ് നമുക്ക് കിട്ടി. ന്യൂ എന്നുള്ള മാർക്കറ്റിൽ എപ്പോഴും ഭയങ്കര ഒരു ക്യാച്ചിയാണ്. ക്യാച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ന്യൂ എന്ന് പറയുന്നത് വരും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് റിയൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിഫറെൻ്റ് ഓഫ് ഐഡിയാസ് ഉണ്ടാവും ഓർഗനൈസേഷനിൽ. പിന്നെ ഫണ്ട് ചിലപ്പോൾ എക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫണ്ട് യൂട്ടിലൈസേഷൻ എങ്ങനെയാണോ, അഡ്വർടൈസ്മെന്റ് വേണ്ടി ചെയ്യണോ, അങ്ങനെ വേണ്ടിയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആണ്, എല്ലാവർക്കും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവും. വേ ഓഫ് വർക്കിംഗ് അങ്ങനെ ആയിരിക്കില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെ ടീം സ്ട്രെങ്ത് 25ന്റെ മുകളിൽ പോയാൽ ഉറപ്പായിട്ടും പ്രോബ്ലംസ് നെക്സ്റ്റ് ഡേ ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യും. അത് 100 ആണ് എത്തിയതെങ്കിൽ ഉറപ്പായിട്ട് വീണ്ടും വലിയ വലിയ പ്രോബ്ലംസ് വരും. സോ അത് ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അന്ന് ആ സ്റ്റാർട്ടപ്പ് മിഷനിലെ ആ ഒരു ബിസിനസ്മാൻ പറഞ്ഞത്, ആളുടെ പേര് ഞാൻ പറഞ്ഞു, നോൺ മലയാളി, ബട്ട് അയാൾ പറഞ്ഞത് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ചെയ്യുന്ന ബിസിനസ് റെഡി ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രഗിൾ കൂടെ പോകുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് എക്സിറ്റ് ചെയ്ത് സ്വന്തം ജോബിലേക്ക് പോകും. കംഫർട്ട് സോൺ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അയാളുടെ ഒരു മെൻറ്റർഷിപ്പ് നമുക്ക് സ്ട്രോങ്ലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേ ഡിഫിക്കൽട്ട് ഫേസിലൂടെ പോകാനുണ്ട്, ഇത് ലേൺ ചെയ്ത് തന്നെ പഠിക്കാണ്ട്. മേ ബി നമ്മൾ MD എടുക്കുമ്പോൾ 3 വർഷം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ക്രാച്ച് കിട്ടിയതുകൊണ്ട് തന്നെ പഠിക്കുന്നത്. നമുക്ക് ചിലപ്പം എക്സ്റ്റെൻസീവായി ഡ്യൂട്ടി എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പല സമയത്ത് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെയുള്ള ലേണിങ്സ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള മെമ്മറിയാണ് നമുക്ക് ലേണിംഗ് ആയി വരുന്നത്. അപ്പോൾ അതേപോലെ HR സിസ്റ്റം എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണം, എങ്ങനെ സാലറി കൊടുക്കണം, ഇതൊക്കെ സിമ്പിളാണെന്ന് വിചാരിക്കും. ബട്ട് ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് ലേൺ ചെയ്യാനുള്ള ക്ഷമ കാണിക്കണം എന്നുള്ളത് മാത്രമാണ് ബിസിനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ കൺക്ലൂഷൻ ഈ പറയാം, എന്തുകൊണ്ട് ഡോക്ടേഴ്സ് പല സമയത്തും അതിൽ സക്സസ്ഫുൾ ആവുക വെച്ചാൽ ദേ ഹാവ് എ കംഫർട്ട് സോൺ. കംഫർട്ട് എന്ന് പറയില്ല, അവർ ഏൺ ചെയ്തൊരു ജോബ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഈസിലി സ്വിച്ച് ചെയ്യും, കാരണം ഈ ഡിഫിക്കൽട്ടീസ് ഒന്നും താങ്ങാൻ നിൽക്കില്ല എന്നുള്ളതാണ്. ഈ ഹേർഡിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാൻ ലൈക്ക് ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടായിരിക്കും. കാരണം ഒരു ബിസിനസ് തുടങ്ങി, നിയാസ്ക പറഞ്ഞ പോലെ തന്നെ ബിസിനസ് കുറച്ചൊന്ന് സക്സസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഗ്രാബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ്. ഇനീഷ്യലി നിയാസ്ക പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് മേ ബി അതിലൊരു ഫാക്ടർ ആയേക്കാം. ആൻഡ് അതല്ലാതെ തന്നെ നമുക്ക് സ്കില്ലും നമ്മുടെ പിച്ചും വെച്ചിട്ടാണല്ലോ ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് വരിക. സോ എങ്ങനെയായിരിക്കും, കാരണം ഡോപ്പ എനിക്ക് തോന്നുന്നു ട്വൈസ് ഇൻവെസ്റ്റ്മെന്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതെങ്ങനെയായിരിക്കും ഡോപ്പയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്നിരിക്കുന്ന 2 ഇൻവെസ്റ്റ്മെന്റും ഭയങ്കര ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആയിട്ടല്ല, നമുക്ക് ശരിക്കും സ്ട്രാറ്റജിക്കൽ സപ്പോർട്ടാണ് 2
ഇൻവെസ്റ്റ്മെൻറ്റിൽ നിൽക്ക്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഐഡിയ ഇല്ലാത്ത സമയത്ത് ആണ് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ജംഷി സാർ വരുന്നത്. ജംഷിക്ക നമ്മളെ ഞാനൊക്കെ MBBS പഠിക്കുമ്പോൾ നമ്മൾ മെഡിസിൻ PG ആണ്, ഇവിടുത്തെ ടോപ്പ് എന്താ പറയുക സെക്കൻഡ് റാങ്ക് ഒക്കെ വാങ്ങിച്ച് PG അസോസിയേഷൻ, ഭയങ്കര സൂപ്പർ പേഴ്സൺ. ആൻഡ് ഹി ഹാസ് ഡൺ MBA, അത് കഴിഞ്ഞിട്ട് ലണ്ടനിൽ MBA, അത് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ ഹോസ്പിറ്റൽസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ബിസിനസ്സിനെ കുറിച്ചൊക്കെ നല്ല നോളജുള്ള ഒരു പേഴ്സൺ വന്നു. അപ്പോൾ ശരിക്ക് ഡോക്ടർ ജംഷിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ അപ്രോച്ച് ചെയ്തായിരുന്നു. മേ ബി ആ ഇയറിൽ തന്നെ ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല റാങ്കിലേക്ക് എത്തി. അപ്പോൾ ഈ ആൾസോ വെരി ഇൻട്രസ്റ്റഡ്, നമ്മൾ പറഞ്ഞ സ്റ്റോറിയും നമുക്ക് കിട്ടുന്ന റിസൾട്ടും കുറച്ചൊരു റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക ആ സമയത്തുള്ള പിച്ചിങ് ഒക്കെ കുറച്ചുകൂടി സ്മൂത്തായി എന്നുള്ളതാണ് കാര്യങ്ങൾ. നമ്മളൊരു ഫണ്ടിന് വേണ്ടി മൂവ് ചെയ്തല്ലായിരുന്നു. മേ ബി ആ സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ തുറക്കേണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്യുവർ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഫണ്ടായിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കുറേ മേഖലയാണ്, അറിയാത്ത കുറേ ടെർമിനോളജീസ് ആണ്. ഈവൺ ഇൻവെസ്റ്റർ, ഏഞ്ചൽ ഇൻവെസ്റ്റർ, ബൂട്ട് സ്ട്രാപ്പ്, ഇതൊന്നും പേര് കേട്ടിട്ടുന്നില്ല. കുറെ ആളുകൾ ഇങ്ങനെ പോയേക്കുമ്പോൾ യെസ് യു ആർ മൂവിങ് ലൈക്ക് എ ബൂട്ട് സ്ട്രാപ്പ് കമ്പനി ആണല്ലോ അറിയാം. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാം യെസ്. എന്നിട്ട് ആ സമയത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം എന്താണ് ഈ ബൂട്ട് സ്ട്രാപ്പ് ആയിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായത് ബൂട്ടായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് റിയലി ഇൻ നീഡ് ഓഫ് സമയം വരും, റിയലി ഇൻ നീഡ് ഓഫ് മണി. നമുക്ക് ചിലപ്പം ക്രൈസിസ് മാനേജ് ചെയ്യാനാവും, ചിലപ്പോൾ എക്സ്പാൻഷന് വേണ്ടിയിട്ടാവും, ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്, മോർ ദാൻ ഫണ്ട് നമുക്കൊരു ബിസിനസ് സ്ട്രക്ചർ ഉണ്ടാക്കി തന്നത് ഡോക്ടർ ജംഷിക്കാണ്. കാരണം അവർ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ HR, ഓർഗ് ചാർട്ട്, ഒരു ഓർഗനൈസേഷൻ ചാർട്ട് വേണം. നമ്മൾ രാവിലെ വന്ന് ഒരൊറ്റ റൂമിൽ ഇരുന്നിട്ട് എല്ലാ വർക്കും ചെയ്യുന്ന രൂപമായിരുന്നു. അപ്പൊ അത് എന്തായാലും ക്ലാഷ് ആവും, കുറച്ച് കഴിഞ്ഞാൽ അടിയാവും. കാരണം ഞാൻ ചെയ്തതല്ല, നീ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ അല്ല, അത് ഹ്യൂമൻസ് ആണ്, കണ്ടിന്യൂഷൻ വർക്കിൽ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് ചെയ്തതുപോലെ ഉണ്ടാവും. ബട്ട് പിന്നെ അതൊരു ഓർഗ് ചാർട്ട് വന്നു. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നത്. പിന്നെ HR സിസ്റ്റം കൊണ്ടുവരണം, സ്റ്റാഫിന് വേണം, പേറോൾ കീപ്പ് ചെയ്യണം, ഒരു ഓഫീസ് വേണം, റിസപ്ഷന് വേണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ അവിടെ നിന്നാണ് ലേൺ ചെയ്തത്. അത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നുള്ള രൂപത്തിലല്ല, നമ്മളൊരു സീനിയർ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു ഈ കാര്യങ്ങളെ കുറച്ചൊരു സ്ട്രക്ചർ ആക്കാൻ പറ്റിയത്. ആൻഡ് നെച്ചിക്കറ്റ് പാർട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിലേക്ക് അത് പിച്ച് ചെയ്തത്. ബട്ട് അതിൽ മോർ ഇൻട്രസ്റ്റ് എടുത്തത് നമ്മുടെ ഇൻവെസ്റ്റർ തന്നെയായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി എത്തി വെക്കേണ്ട ഒരു രൂപം ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സംഭവം അത് മാനേജ് ചെയ്ത് എത്തി. അപ്പൊ എത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞു ഇനി ഇപ്പൊ വേണ്ടി വരില്ല, നമുക്ക് ഫ്യൂച്ചറിൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ മേ ബി അതൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന കാര്യമാണ്. ഇഫ് യു ആർ വെരി മച്ച് ഇൻ നീഡ് ഓഫ് മണി, നിങ്ങൾക്ക് ആരും പൈസ തരില്ല. അതാണ് അവിടെ ഒരു ക്യാച്ചായി വരുന്നത്. നമുക്ക് രണ്ടിലും കിട്ടിയൊരു കാര്യം അതാണ്. നമുക്ക് ഭയങ്കര ക്യാഷിൻ്റെ നീഡായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, ആ മണി നല്ലൊരു എമൗണ്ടിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ അത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേഴ്സൺ ആയിരിക്കണം ഐഡിയാസ്. പിന്നെ അതൊരു ഫണ്ടിന് വേണ്ടി മേ ബി ഡിഫറെൻ്റ്ലി കൈൻഡ് ഓഫ് ഐഡിയാസ് ഉണ്ട്. ഫണ്ടിന് വേണ്ടി തന്നെ ആസച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കേസിൽ ഒരു ഫണ്ടിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, കുറച്ചുകൂടി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നെച്ചിക്കറ്റ് പാർട്ടി വന്ന സമയത്ത് ഔട്ട് ഓഫ് കേരള നമുക്ക് റീച്ച് എത്തണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നല്ല ഗുഡ് എമൗണ്ട് ഓഫ് ഫണ്ടും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് ഗോയിങ് ഓൺ ആക്ച്വലി. നമ്മളെ ഫ്യൂച്ചറിലെ ഈ ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും നമ്മളെ റെസ്പോൺസ് ഒക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് ഫർദർ ഫണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്. ഗ്രേറ്റ്. സോ കുറെ കാര്യങ്ങളും കൂടി നിയാസ് ഖാൻ്റെ അടുത്ത് ഇതിന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൈം കൺസ്ട്രെയിൻ കാരണം നമുക്ക് ഇതന്നെ ഇപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇറക്കാൻ മാത്രമുണ്ട്. ബട്ട് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാറ്റ് തന്നെയായിരുന്നു നിയാസ് ഖാനായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം. ഓക്കെ, ഡെഫിനറ്റ്ലി എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ആക്ച്വലി നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാം, അപ്പൊ ഒന്ന് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെയാണ്. പക്ഷെ എനിക്കും ക്ലിയർ ആയിട്ടില്ല എങ്ങനെയാണ്, എന്താണ് ആർസിലാണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക, എന്താണ്